ഉത്തർപ്രദേശിൽ കൻവാർ തീർത്ഥാടകർക്ക് അവർ കയറുന്ന കടകളുടെ യഥാർത്ഥ ഉടമസ്ഥൻ ഏത് ജാതിക്കാരനാണെന്ന് തിരിച്ചറിയാൻ ആ കടയുടെ ഉടമയുടെ പേരുൾപ്പെടെയുള്ള വിവരങ്ങൾ കടയ്ക്ക് മുന്നിൽ സ്ഥാപിക്കണമെന്ന് UP പോലീസ് നിർദ്ദേശം നൽകി. മുസാഫർ നഗർ ജില്ലയിലെ റെസ്റ്റോറൻറ്റുകൾ, ചായക്കടകൾ, ഫ്രൂട്ട്സ് വിൽക്കുന്ന കടകൾ, വഴിയോരത്തുള്ള ധാബകൾ എന്നിവർക്കാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയത്. പേര് വ്യക്തമാക്കണമെന്ന് കാട്ടി കടയുടമകൾക്ക് പോലീസ് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കൻവാർ യാത്ര സമാധാനപരമായി നടത്തുക എന്നതാണ് ഈ നടപടിയുടെ ലക്ഷ്യം എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും പേരുകൾ പ്രദർശിപ്പിക്കാൻ എല്ലാ ഹോട്ടൽ മാനേജ്മെൻറ്റുകൾക്കും ധാബ ഉടമകൾക്കും നിർദ്ദേശം നൽകിയ വിവരം മുസഫർ നഗർ പോലീസ് തന്നെയാണ് എക്സിലൂടെ പങ്കുവച്ചത്. ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. കൻവാരിയാസ് എന്നറിയപ്പെടുന്ന ശിവഭക്തരുടെ വാർഷിക തീർത്ഥാടനമാണ് കൻവാർ യാത്ര. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൗമുഖ്, ഗംഗോത്രി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ബീഹാറിലെ ബഗൽപൂരിലെ സുൽത്താൻഗഞ്ചിലെ അജ്ഗേബി നാഥിലേക്കും ഗംഗാ നദിയിലെ പുണ്യജലം കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ ഈ തീർത്ഥയാത്ര നടത്തുന്നത്. കഴിഞ്ഞ വർഷം കൻവാർ യാത്രയ്ക്കിടെ മുസ്ലിം സമുദായം അവരുടെ കടകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഹിന്ദു ദൈവങ്ങളുടെയും ദേവതകളുടെയും പേരുകൾ നൽകുന്നുവെന്ന് ആരോപണം ഉണ്ടായിരുന്നു. ഈ വർഷം തീർത്ഥാടകർക്ക് ശരിയായ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന തരത്തിൽ എല്ലാ ഭക്ഷണശാലകളും ഹോട്ടലുകളും അവരുടെ ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ഈ സംഭവത്തിനെതിരെ വിമർശനവുമായി AIMIM നേതാവായ അസദുദ്ദീൻ ഒവൈസി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ നീക്കത്തെ മുൻ ജർമ്മൻ ഏകാധിപതി ഹിറ്റ്ലറുടെ നയങ്ങളോടാണ് ഒവൈസി താരതമ്യം ചെയ്യുന്നത്. ഉത്തർപ്രദേശ് പോലീസിൻ്റെ ഉത്തരവനുസരിച്ച് ഹോട്ടലുടമയും വണ്ടി ഉടമകളും തൻ്റെ പേര് ബോർഡിൽ ഇടേണ്ടി വരും. അതിനാൽ ഒരു തീർത്ഥാടകരും അബദ്ധവശാൽ പോലും ഒരു മുസ്ലിം ഉടമയുടെ കടയിൽ കയറില്ല, അവരുടെ വണ്ടിയിലും കയറില്ല. ഇതിനെ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം എന്നും ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ജൂതൻ ബോയ്ക്കോട്ട് എന്നുമാണ് വിളിച്ചിരുന്നത്. ഇതാണ് അസദുദ്ദീൻ ഒവൈസി പറഞ്ഞത്. ഒവൈസി പറഞ്ഞതിലും കാര്യമുണ്ട്. ഒരു സംസ്ഥാനത്ത്, ഒരു പ്രദേശത്ത് ഒരു ഉത്സവം നടക്കുമ്പോൾ അവിടുത്തെ സ്ഥിരം കടക്കാർക്ക്, കച്ചവടക്കാർക്കെല്ലാം അതൊരു ഉത്സവം തന്നെയാണ്. അതിൽ ജാതിയും മതവും നോക്കാറില്ല. അവർക്ക് വളരെയധികം കച്ചവടം ലഭിക്കുന്ന ഒരു സീസണാണത്. അവിടെയും ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഒരു വിഭാഗത്തെ ഈ കച്ചവടത്തിൽ നിന്നും ഒഴിവാക്കാനാണ് ഉത്തർപ്രദേശ് സർക്കാർ ശ്രമിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എത്രയോ ഉത്സവങ്ങൾ നടക്കുന്നു. ഏതൊക്കെ ജാതിക്കാരാണ് അവിടെ കച്ചവടം നടത്തുന്നതെന്ന് നമ്മൾ ആരും ചിന്തിക്കാറ് പോലും ഇല്ലെന്നതാണ് സത്യം. ഇതുതന്നെയാണ് UPയും കേരളവും തമ്മിലുള്ള വ്യത്യാസവും.